LDF ജനപ്രതിനിധികൾക്ക് കായംകുളത്ത് സ്വീകരണം നൽകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കായംകുളം മണ്ഡലത്തിൽ നിന്നും വിജയിച്ചവർക്കാണ് വ്യാഴാഴ്ച സ്വീകരണം നൽകുന്നത്. മണ്ഡലത്തിൽ 7922 വോട്ടിന്റെ ഭൂരിപക്ഷം LDF-നുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. കായംകുളം മണ്ഡലത്തിൽ നിന്നും വിജയിച്ച LDF ജനപ്രതിനിധികൾക്കാണ് സ്വീകരണം ഒരുക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 4-ന് മണ്ഡലത്തിലെ LDF ജനപ്രതിനിധികൾക്ക് സ്വീകരണം ഒരുക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകുന്നതിന് LDF മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു. അത് 22-ാം തീയതി വൈകുന്നേരം കായംകുളം ടൗണിൽ വെച്ച് പരിപാടി സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മുൻ മന്ത്രി ഡോക്ടർ KT ജലീൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. 176 തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളാണ് കായംകുളം അസംബ്ലി മണ്ഡലത്തിലുള്ളത്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളും മുനിസിപ്പൽ കൗൺസിലർമാരും ഉൾപ്പെടെ അതിൽ 94 പേർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയിച്ചവരാണ്. 53 പേർ മാത്രമാണ് UDF വിജയിച്ചത്. 24 പേർ മാത്രമേ ഉള്ളൂ BJPയുടെ പ്രതിനിധികൾ. ഈ വിജയം കായംകുളം അസംബ്ലി മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികളുടെ വലിയൊരു മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. സ്വീകരണ യോഗം ഡോക്ടർ KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് U പ്രതിഭ MLA മുഖ്യപ്രഭാഷണം നടത്തും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കായംകുളം മണ്ഡലത്തിൽ LDF-ന് വൻ മുന്നേറ്റമാണ് ഉണ്ടായതെന്നും മതേതര വിശ്വാസികൾ LDF-നൊപ്പമായിരുന്നുവെന്നും വർഗീയ കക്ഷികൾക്ക് കനത്ത തിരിച്ചടിയുണ്ടായതായും LDF നേതാക്കൾ പറഞ്ഞു. പത്തിയൂർ, ഭരണിക്കാവ്, ചെട്ടികുളങ്ങര, ദേവികുളങ്ങര പഞ്ചായത്തുകളിൽ LDF ഭരണം നിലനിർത്തുകയും കണ്ടല്ലൂർ പഞ്ചായത്ത് UDF-ൽ നിന്നും LDF പിടിച്ചെടുക്കുകയും ചെയ്തു. മണ്ഡലത്തിൽ 7922 വോട്ടിന്റെ ഭൂരിപക്ഷം LDF-നുണ്ടെന്ന് നേതാക്കളായ KH ബാബുജാൻ, A ഷാജഹാൻ, B അബിൻ ഷാ, ഷെയ്ഖ് P ഹാരിസ്, സജു എടക്കാട്, റഷീദ് നമ്പലശ്ശേരിൽ, ലിയാക്കത്ത് പറമ്പി, ഹക്കീം പ്രതാങ്കമൂട്, ഷിജു ഇഞ്ചക്കൽ, സുബിൻ തോപ്പിൽ, പുഷ്പരാജ് തുടങ്ങിയവർ പറഞ്ഞു. തുടർന്ന് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് പരാജയമുണ്ടായിടത്തും പോരായ്മ ഉണ്ടായ സ്ഥലങ്ങളിൽ അതിനുള്ള കാരണങ്ങൾ വിശദമായി പരിശോധിച്ച് അത് തിരുത്താൻ ആവശ്യമായ ഒരു പ്രക്രിയയിലേക്ക് ഞങ്ങൾ പോകണം. തിരക്കുകൊണ്ടും അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ജയിച്ച സ്ഥലങ്ങളിലേക്ക് അതിന്റെ ഭാരവാഹികളെ സംബന്ധിച്ച് തീരുമാനിക്കണം. അത് കഴിഞ്ഞപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ്, പിന്നെ നമ്മുടെ വോട്ടർ പട്ടിക സംബന്ധമായിട്ടുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നടന്നു വരുന്നു. പിന്നെ ഇതിനിടെ തന്നെ ഒത്തിരി രാഷ്ട്രീയ പരിപാടികൾ. ഇതിലെല്ലാം ഈ പരാജയപ്പെട്ടതിന്റെ വ്യക്തമായ കാരണങ്ങൾ ഓരോ സ്ഥലത്തും സൂക്ഷ്മമായി പരിശോധിച്ച് തിരുത്തൽ വരുത്തേണ്ട കാര്യങ്ങളെല്ലാം തിരുത്താനുള്ള പരിപാടി CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കായംകുളം.